ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ 3 സ്ട്രക്ചേഴ്സാണ്. ഇത് ഇംഗ്ലീഷ് ഗ്രാമറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഗ്രാമർ കോൺസെപ്റ്റ്സ് ആണ്. അത് ഏതൊക്കെയാണ് എന്നല്ലേ? ഹാവിങ് പ്ലസ് V3, ഹാവിങ് ബീൻ പ്ലസ് V3, പിന്നെ ഹാവിങ് ബീൻ പ്ലസ് നൗൺ ഓർ അഡ്ജക്റ്റീവ്. ഈ 3 ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് ഫോർമൽ വേയിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. ഗ്രാമർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഈ ലെസൺ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആദ്യത്തേത് ഹാവിങ് പ്ലസ് V3. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ്. ഹാവിങ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് എ വേർബ് ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദാറ്റ് one action was completed before another action in the past or present. വേറൊന്ന്, ഇത് ആക്റ്റീവ് വോയിസിലാണ് ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. പിന്നെ സാധാരണയായിട്ട് ഇത് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഞാൻ പറഞ്ഞില്ലേ 2 ആക്ഷൻസ് നടക്കുന്നു എന്ന്. അപ്പോൾ ആദ്യത്തെ ആക്ഷൻ നടക്കുന്നത് അതൊരു കാരണമാണ്. രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ആദ്യത്തെ ആക്ഷൻ. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് ഫലം, ഇഫക്റ്റാണ്. ഒരു കാരണവും അതിൻ്റെ ഫലവും ഫലമായിട്ടാണ് വേറെ രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഹാവിങ് ഫിനിഷ്ഡ് അവർ പ്രോജക്റ്റ്, വി സെലിബ്രേറ്റഡ് അവർ സക്സസ്. ഹാവിങ് ഫിനിഷ്ഡ് അവർ പ്രോജക്റ്റ്. അപ്പോൾ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു എന്നതാണ് ഒരു ആക്ഷൻ. ഒരു കാര്യം നടന്നത് അതാണ് കാരണം, അതാണ് കോസ്. അതിന് ഫലമായിട്ടാണ് വേറൊരു കാര്യം നടക്കുന്നത്. വേറൊരു കാര്യം നടക്കുന്നത് എന്താ? വി സെലിബ്രേറ്റഡ് അവർ സക്സസ്. അപ്പോൾ ആ രണ്ടാമത്തെ ആക്ഷൻ ആദ്യത്തെ ആക്ഷൻ കാരണം ആണ് നടന്നത്. അതാണ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാവിങ് ഫിനിഷ്ഡ് അവർ പ്രോജക്റ്റ്, വി സെലിബ്രേറ്റഡ് അവർ സക്സസ്. അപ്പോൾ ഹാവിങ് ഫിനിഷ്ഡ് എന്നത് ഹാവിങ് പ്ലസ് V3 ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം സെൻറ്റൻസുകളെ പറയുന്നത് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ്. ഇനി വേറൊരു സെൻറ്റൻസ്, ഹാവിങ് വർക്ക്ഡ് വിത്ത് എക്സ്പേർട്സ്, ഐ ഹാവ് ഗെയിൻഡ് നോളജ്. ഹാവിങ് വർക്ക്ഡ് വിത്ത് എക്സ്പേർട്സ്, 2 ആക്ഷൻസ് ഇവിടെ നടന്നിട്ടുണ്ട്. വർക്ക്ഡ് വിത്ത് എക്സ്പേർട്സ്, എക്സ്പേർട്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു, അതാണ് ഒരു ആക്ഷൻ. അത് ഒരു കാരണമാണ്. ആ കാരണം കൊണ്ട് വേറൊരു കാര്യം നടന്നു. അതെന്താണ്? ഐ ഹാവ് ഗെയിൻഡ് നോളജ്, എനിക്ക് ഒരുപാട് നോളജ് കിട്ടി, എനിക്കൊരുപാട് അറിവ് കിട്ടി. അപ്പോൾ ഹാവിങ് വർക്ക്ഡ് എന്നതാണ് ഹാവിങ് പ്ലസ് V3 എന്ന ഒരു പ്രയോഗം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരം സെൻറ്റൻസുകളിലൊക്കെ സബ്ജക്റ്റ് ഒന്ന് തന്നെയായിരിക്കും. ഇപ്പോൾ ഹാവിങ് ഫിനിഷ്ഡ് അവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ വി ആണ് അവിടെ സബ്ജക്റ്റ്. അതുപോലെ തന്നെ വി തന്നെയാണ്, നമ്മൾ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്തത് സക്സസ് സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ തന്നെ. അപ്പോൾ വി തന്നെയാണ് സബ്ജക്റ്റ്. ഇനി ഈ സെൻറ്റൻസിലാണെങ്കിൽ, ഇപ്പോൾ രണ്ടാമത് പറഞ്ഞ സെൻറ്റൻസിലാണെങ്കിൽ ഐ ആണ് സബ്ജക്റ്റ്. ഹാവിങ് വർക്ക്ഡ് വിത്ത് എക്സ്പേർട്സ്, എക്സ്പേർട്സിൻ്റെ കൂടെ വർക്ക് ചെയ്തത് ആരാണ്? ഞാനാണ്. നോളജ് കിട്ടിയത് ആർക്കാണ്? എനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ, ഐ എന്നതാണ് സബ്ജക്റ്റ്. ഇനി വേറൊരു സെൻറ്റൻസ്, ഹാവിങ് ഫോർഗോട്ടൺ ഹെർ കീസ്, ഷീ ഹാഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ്. 2 ആക്ഷൻസ് ഉണ്ട്. ഹാവിങ് ഫോർഗോട്ടൺ, ഷീ ഫോർഗോട്ട് ഹെർ കീസ് ഫോർഗെറ്റ് ചെയ്തു, അതായത് കീസ് മറന്നു. അതാണ് ഒരു കാരണം. ആ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചു? ഷീ ഹാഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ്, അവൾക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഹാവിങ് ഫോർഗോട്ടൺ എന്നത് ഹാവിങ് പ്ലസ് V3 ഫോമാണ്. അപ്പോൾ ഇത്തരം സ്ട്രക്ചേഴ്സാണ് ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതെല്ലാം ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളാണ്. പിന്നെ വേറൊന്ന്, 2 ആക്ഷൻസ് ഇതിനകത്തുണ്ട്. ഈ ആക്ഷൻസ് ഒരു ആക്ഷൻ നടന്നിട്ടാണ് വേറൊരു ആക്ഷൻ നടക്കുന്നത്. പിന്നെ വേറൊന്ന്, സബ്ജക്റ്റ് ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്ട്രക്ചർ ഹാവിങ് ബീൻ പ്ലസ് V3 ആണ്. ഹാവിങ് ബീൻ പ്ലസ് V3 ഇത് എവിടെ ഉപയോഗിക്കും? ഹാവിങ് ബീൻ ഉപയോഗിച്ചിരുന്നു. ഹാവിങ് അല്ല, ഹാവിങ് ബീൻ പ്ലസ് V3. ആദ്യം ഹാവിങ് പ്ലസ് V3 പറഞ്ഞപ്പോൾ സബ്ജക്റ്റാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സബ്ജക്റ്റ് അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. സബ്ജക്റ്റ് ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുകയാണ്.
വേറൊരാൾ ചെയ്യുന്നു, സബ്ജക്റ്റ് അതിൻ്റെ ഒരു റിസീവർ ആവുകയാണ് ചെയ്യുന്നത്, ഡുവർ അല്ല. അപ്പോൾ അത്തരം സെൻറ്റൻസുകളെ നമ്മൾ പാസീവ് വോയിസ് സെൻറ്റൻസുകൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ പാസീവ് വോയിസ് സെൻറ്റൻസിലാണ് ഹാവിങ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എക്സ്പീരിയൻസ്ഡ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഡൺ ടു ഇറ്റ് ബിഫോർ സംതിങ് എൽസ് ഹാപ്പൻഡ്. ഇവിടെയും കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഒരു ആക്ഷൻ നടക്കുന്നത് അത് കോസ് ആയിരിക്കും, രണ്ടാമത്തെ ആക്ഷൻ അതിൻ്റെ ഇഫക്റ്റും ആയിരിക്കും. പിന്നെ സബ്ജക്റ്റ് ഇവിടെ ഒരു ആക്ഷനും ചെയ്യുന്നില്ല. സബ്ജക്റ്റ് വേറൊരാൾ ചെയ്യുന്ന ആക്ഷൻ്റെ റിസീവർ ആവുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സെൻറ്റൻസുകൾ പാസീവ് വോയിസ് സെൻറ്റൻസുകളാണ് ഹാവിങ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഹാവിങ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഐ ഇംപ്രൂവ്ഡ് മൈ വർക്ക്. നോക്കൂ, ആദ്യത്തെ ആക്ഷൻ എന്താ? ഹാവിങ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഐ ഇംപ്രൂവ്ഡ് മൈ വർക്ക്. ഐ ഇംപ്രൂവ്ഡ് മൈ വർക്ക് എന്നത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ആദ്യത്തെ ഒരു പാർട്ട് നോക്കൂ, ഹാവിങ് ബീൻ ക്രിറ്റിസൈസ്ഡ്, വിമർശിക്കപ്പെട്ടപ്പോൾ. അതായത് ഞാൻ വിമർശിക്കപ്പെട്ടു മറ്റുള്ളവരല്ലേ എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടപ്പോൾ, അതാണ് ആദ്യം നടന്ന കാര്യം. ഞാൻ എൻ്റെ വർക്ക് ഇംപ്രൂവ് ചെയ്തു. അപ്പോൾ ഹാവിങ് ബീൻ ക്രിറ്റിസൈസ്ഡ് എന്നത് ക്രിറ്റിസൈസ് എന്നതിൻ്റെ V3 ഫോമാണ്, വിമർശിക്കുക. ഹാവിങ് ബീൻ സപ്പോർട്ടഡ് ഹീ സക്സീഡഡ്. സപ്പോർട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹീ സക്സീഡഡ്, അവൻ വിജയിച്ചു. ഹാവിങ് ബീൻ പ്രൊമോട്ടഡ്, ഹാവിങ് ബീൻ സപ്പോർട്ടഡ്, ഹാവിങ് ബീൻ എൻകറേജ്ഡ്, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഹാവിങ് ബീൻ സപ്പോർട്ടഡ് എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ, ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നിവിടെ പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് പാസീവ് വോയിസ് സെൻറ്റൻസ് ആണ്. ഹാവിങ് ബീൻ പ്ലസ് V3. ഹാവിങ് ബീൻ ഇൻവൈറ്റഡ് ഷീ അറ്റൻഡഡ് ദ പാർട്ടി. ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് അവൾ പാർട്ടി അറ്റൻഡ് ചെയ്തു. ഹാവിങ് ബീൻ ഇൻവൈറ്റഡ്, ഈ ഹാവിങ് ബീൻ ഇൻവൈറ്റഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞു. ആ ആക്ഷൻ്റെ ഫലമായിട്ടാണ് പിന്നീടുണ്ടായ ആക്ഷൻ ഷീ അറ്റൻഡഡ് ദ പാർട്ടി എന്നത്. അവിടെയും ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ്. ഹാവിങ് ബീൻ ഇൻവൈറ്റഡ്, ഇൻവൈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോമാണ് ഇൻവൈറ്റഡ്. അപ്പോൾ ഹാവിങ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി എന്താണ് ഈ ഹാവിങ് ബീൻ പ്ലസ് V3യും അതുപോലെ ഹാവിങ് പ്ലസ് V3യും തമ്മിലുള്ള ഒരു ഡിഫറൻസ്? അതൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ആക്റ്റീവ് വോയിസ് സെൻറ്റൻസുകളിലാണ്. ഹാവിങ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുന്നത് പാസീവ് വോയിസ് സെൻറ്റൻസുകളിലാണ്. രണ്ട് സെൻറ്റൻസുകളിലും ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും ഹാവിങ് ബീൻ പ്ലസ് V3 ഉപയോഗിക്കുമ്പോഴും രണ്ടിടത്തും രണ്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാവിങ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോൾ അവിടെ സബ്ജക്റ്റ് ആണ് ഡുവർ ഓഫ് ദ ആക്ഷൻ. പക്ഷേ ഹാവിങ് ബീൻ പ്ലസ് V3 ആണെങ്കിൽ സബ്ജക്റ്റ് അവിടെ റിസീവർ ഓഫ് ദ ആക്ഷൻ ആണ്. ഹാവിങ് ഈറ്റൻ ദ സ്പൈസി ഫുഡ് ഹീ ഡ്രാങ്ക് വാട്ടർ. സ്പൈസി ഫുഡ് കഴിച്ചതിൻ്റെ ആ ഒരു കാരണം കൊണ്ട് ഹീ ഡ്രാങ്ക് വാട്ടർ, അവൻ വെള്ളം കുടിച്ചു എന്നാണ്. ഹാവിങ് ഈറ്റൺ ദ സ്പൈസി ഫുഡ്. അപ്പോൾ ഹാവിങ് ഈറ്റൺ എന്നതാണ് ആദ്യം നടന്ന ഒരു കാര്യം, അതാണ് കോസ്, വെള്ളം കുടിക്കാനുണ്ടായ കാരണം അതാണ്. സ്പൈസി ഫുഡ് കഴിച്ചതിൻ്റെ ഫലമായിട്ടാണ് വെള്ളം കുടിച്ചത്. ഇനി നമുക്ക് ആ ഒരു സെൻറ്റൻസിനെ നമുക്കൊന്ന് മാറ്റി ഹാവിങ് ബീൻ ഉപയോഗിച്ച് നോക്കാം. ഹാവിങ് ബീൻ ഫെഡ് ദ സ്പൈസി ഫുഡ് ഹീ ഡ്രാങ്ക് വാട്ടർ. ഹാവിങ് ബീൻ ഫെഡ് എന്ന് പറയുമ്പോൾ വേറൊരാൾ കഴിപ്പിക്കുകയാണ് ചെയ്തത്. ഫീഡ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഫെഡ്. കഴിപ്പിക്കുക, തീറ്റിപ്പിക്കുക എന്ന് പറയില്ലേ, അതാണ്. ഹാവിങ് ബീൻ ഫെഡ് ദ സ്പൈസി ഫുഡ്. നോക്കൂ, അവിടെ സ്പൈസി ഫുഡ് കഴിപ്പിക്കുകയാണ് ചെയ്തത്, വേറൊരാളത് ചെയ്യിപ്പിച്ചു, അതുകൊണ്ടാണ് ഹീ ഡ്രാങ്ക് വാട്ടർ. അതേസമയം ഫസ്റ്റ് സെൻറ്റൻസിൽ ഹാവിങ് ഈറ്റൺ എന്ന് പറയുമ്പോൾ രണ്ടാളും ഒന്ന് തന്നെയാണ്. ഹാവിങ് ഈറ്റൺ ദ സ്പൈസി ഫുഡ് എന്ന് പറയുമ്പോൾ സ്പൈസി ഫുഡ് കഴിച്ചത് അവൻ തന്നെയാണ്, വെള്ളം കുടിച്ചതും അവൻ തന്നെയാണ്. ഹാവിങ് ഈറ്റൺ ദ സ്പൈസി ഫുഡ് ഹീ ഡ്രാങ്ക് വാട്ടർ, ഒരാൾ തന്നെയാണ് സബ്ജക്റ്റ്. പക്ഷേ ഹാവിങ് ബീൻ ഫെഡ് ദ സ്പൈസി ഫുഡ് ഹീ ഡ്രാങ്ക് വാട്ടർ എന്ന് പറയുമ്പോൾ അവനെ കഴിപ്പിക്കുകയാണ് ചെയ്തത്. ആ കഴിപ്പിച്ചു എന്ന ഒരു ആക്ഷൻ്റെ ഒരു റിസീവറാണ് അവൻ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. ഹാവിങ് സീൻ ദ മിസ്റ്റേക്ക് ശ്യാം സ്കോൾഡഡ് അലക്സ്.
ഹാവിങ് സീൻ ദ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് കണ്ടപ്പോൾ എന്ത് ചെയ്തു? എന്താണ് മിസ്റ്റേക്ക് കണ്ടപ്പോൾ എന്താ സംഭവിച്ചത്? മിസ്റ്റേക്ക് കണ്ടു എന്നതൊരു ആക്ഷനാണ്. ഹാവിങ് സീൻ ദ മിസ്റ്റേക്ക് ശ്യാം സ്കോൾഡഡ് അലക്സ്. ശ്യാം അലക്സിനെ വഴക്ക് പറഞ്ഞു. ഹാവിങ് സീൻ എന്ന് പറയുമ്പോൾ ഹാവിങ് പ്ലസ് V3 ഉപയോഗിച്ചു. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഹാവിങ് ബീൻ സ്കോൾഡഡ് അലക്സ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. അലക്സ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. ഹാവിങ് ബീൻ സ്കോൾഡഡ്. അപ്പോൾ ആ സെൻറ്റൻസിൽ എന്താ പറയുന്നത്? ഹാവിങ് ബീൻ സ്കോൾഡഡ് അലക്സ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. അലക്സ് കരയാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഹാവിങ് ബീൻ സ്കോൾഡഡ്. അവൻ വഴക്ക് പറയപ്പെട്ടതു കൊണ്ട്. നോക്കൂ, ആദ്യത്തെ സെൻറ്റൻസിൽ ശ്യാം ആണ് സബ്ജക്റ്റ്. ശ്യാം തന്നെയാണ് മിസ്റ്റേക്ക് കണ്ടത്. ശ്യാം തന്നെയാണ് അലക്സിനെ വഴക്ക് പറഞ്ഞത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഹാവിങ് ബീൻ സ്കോൾഡഡ് അലക്സ് സ്റ്റാർട്ടഡ് ക്രൈയിങ്. നോക്കൂ, ഈ സ്കോൾഡ് ചെയ്ത ആൾ ആരാണ്? ശ്യാമാണ്. പക്ഷേ കരയാൻ തുടങ്ങിയത് ആരാണ്? അലക്സ് ആണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഹാവിങ് പ്ലസ് V3യും ഹാവിങ് ബീൻ പ്ലസ് V3യും തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള സ്ട്രക്ചർ ഹാവിങ് ബീൻ പ്ലസ് നൗൺ ഓർ അജക്റ്റീവ്. ഹാവിങ് ബീൻ്റെ കൂടെ നൗൺ ഉപയോഗിക്കാം, അതുപോലെ തന്നെ അജക്റ്റീവും ഉപയോഗിക്കാം, വേർബ് അല്ലാതെ. അതെവിടെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പാസ്റ്റ് സ്റ്റേറ്റ്, എ പാസ്റ്റ് സ്റ്റേറ്റ്, ഐഡൻറ്റിറ്റി ഓർ കണ്ടീഷൻ ദാറ്റ് എഫക്റ്റഡ് എ ലേറ്റർ കണ്ടീഷൻ. രണ്ട് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ രണ്ടാമത്തെ കാര്യം നടക്കുന്നത് ആദ്യത്തെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ ഫലമായിട്ടാണ്. ആദ്യം പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവും, പക്ഷേ സെൻറ്റൻസ് വരുമ്പോൾ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ, ഹാവിങ് ബീൻ എ ഡോക്ടർ ഹി വാസ് ഫെമിലിയർ വിത്ത് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. ഹാവിങ് ബീൻ എ ഡോക്ടർ. നോക്കൂ, ഹാവിങ് ബീൻ കഴിഞ്ഞിട്ട് ഒരു നൗണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഡോക്ടർ ആയിരുന്നത് കൊണ്ട് അതൊരു സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അങ്ങനെ ആയിരുന്നത് കൊണ്ട് എന്താണ് കാര്യം? ഹി വാസ് ഫെമിലിയർ. അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നു. പല മെഡിക്കൽ പ്രൊസീജിയേഴ്സും എങ്ങനെയാണ് എന്നതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു. അത് പരിചിതമായിരുന്നു. അത് പരിചിതമാവാനുള്ള കാരണം എന്താ? ഹാവിങ് ബീൻ എ ഡോക്ടർ, ഒരു ഡോക്ടർ ആയിരുന്നത് കൊണ്ട്. അപ്പോൾ അതൊരു ഡോക്ടർ ആവുക എന്നത് അവിടെ ഒരു ആക്ഷനല്ല, അവിടെ ഒരു സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ്. അതാണ് ഹാവിങ് ബീൻ പ്ലസ് നൗൺ. അപ്പോൾ രണ്ടാമത്തെ ആക്ഷൻ പറയുന്ന ഒരു ഇഫക്റ്റ് ഉണ്ടല്ലോ, അതിന് മുൻപ് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. അവിടെ ഒരു വേർബ് ഇല്ല. രണ്ടാമത്തെ പാർട്ടിൽ ഒരു വേർബ് ഉണ്ട്. ഹാവിങ് ബീൻ എ സോൾജർ ഹി ന്യൂ ഹൗ ടു ഹാൻഡിൽ വെപ്പൺസ്. ഹാവിങ് ബീൻ എ സോൾജർ, ഒരു സോൾജർ ആയിരുന്നത് കൊണ്ട് ഹീ ന്യൂ ഹൗ ടു ഹാൻഡിൽ വെപ്പൺസ്. എങ്ങനെയൊക്കെയാണ് വെപ്പൺസ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹീ ന്യൂ. നോക്കൂ, അവിടെ ഒരു വേർബുണ്ട്. ഇനി ഇതുപോലെ നൗൺ അല്ലാതെ നമുക്ക് ഒരു അജക്റ്റീവ് ഉപയോഗിക്കാം. ഹാവിങ് ബീൻ ബിസി ഐ കുഡൻറ്റ് അറ്റൻഡ് ദ ഫോൺ. എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഒരു ആക്ഷൻ. അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്. അതെന്താ? ഹാവിങ് ബീൻ ബിസി, ഞാൻ ബിസി ആയിരുന്നത് കൊണ്ട്. അതൊരു കണ്ടീഷനാണ്. ഹാവിങ് ബീൻ ബിസി. ഹാവിങ് ബീൻ സിക്ക് ഐ കുഡ് നോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. ഞാൻ സിക്ക് ആയിരുന്നതുകൊണ്ട് എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഹാവിങ് ബീൻ ടയേർഡ് ഐ സ്ലെപ്റ്റ് ഏർലി. ഞാൻ നേരത്തെ ഉറങ്ങി. എന്തുകൊണ്ടാണ്? ഹാവിങ് ബീൻ ടയേർഡ്. അപ്പോൾ ഹാവിങ് ബീൻ ടയേർഡ്. ഹാവിങ് ബീൻ ബിസി. ഹാവിങ് ബീൻ സിക്ക്. ഇതൊക്കെ അജക്റ്റീവാണ്. അപ്പോൾ ഹാവിങ് ബീൻ കഴിഞ്ഞിട്ട് നമുക്ക് അജക്റ്റീവ് ഉപയോഗിക്കാം. അപ്പോൾ ഹാവിങ് പ്ലസ് V3, ഹാവിങ് ബീൻ പ്ലസ് V3, അതുപോലെ തന്നെ ഹാവിങ് ബീൻ പ്ലസ് നൗൺ ഓർ അജക്റ്റീവ്, ഇതൊക്കെ ഉപയോഗിക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഗ്രാമർ പഠിക്കണമെന്ന് വളരെ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസി ആവും. അപ്പോൾ ആ എക്സസൈസുകൾ ഏതാണ് എന്ന് നോക്കൂ. ഇനി പറയുന്ന സെൻറ്റൻസുകളിലൊക്കെ ഹാവിങ് പ്ലസ് V3 ആണോ, ഹാവിങ് ബീൻ പ്ലസ് V3 ആണോ, ഹാവിങ് ബീൻ പ്ലസ് നൗൺ ഓർ അജക്റ്റീവ് ഇതാണോ ഉപയോഗിക്കേണ്ടത് എന്ന് ആലോചിക്കുക. ഫസ്റ്റ് വൺ, ബ്ലാങ്ക് റൈറ്റ് ദ റിപ്പോർട്ട് വി സബ്മിറ്റഡ് ഇറ്റ്. റിപ്പോർട്ട് എഴുതി കഴിഞ്ഞിട്ട് അത് സബ്മിറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ അവിടെ വേണ്ടത്
Having written the report, we submitted it. Next one, blank invite. To the party, he bought a new suit. പാർട്ടിയിൽ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ സ്യൂട്ട് വാങ്ങി എന്നാണ്. ഇവിടെ വേണ്ടത് ഹാവിങ് ബീൻ ഇൻവൈറ്റഡ്, ക്ഷണിക്കപ്പെട്ടതുകൊണ്ട് എന്നല്ലേ. അപ്പോൾ അത് പാസീവ് വോയിസ് ആണ്. ഹാവിങ് ബീൻ ഇൻവൈറ്റഡ് എന്നുപയോഗിക്കണം. ബ്ലാങ്ക് എ ടീച്ചർ ഫോർ 30 years. ഷീ റിട്ടയേർഡ് ലാസ്റ്റ് മന്ത്. 30 years ടീച്ചർ ആയിരുന്നിട്ട് ലാസ്റ്റ് മന്ത് റിട്ടയർ ചെയ്തു എന്നാണ്. ഹാവിങ് ബീൻ എ ടീച്ചർ ഫോർ 30 years, ഷീ റിട്ടയേർഡ് ലാസ്റ്റ് മന്ത്. ബ്ലാങ്ക് ഈറ്റ് ടു മച്ച്. ഐ ഫെൽറ്റ് ഫുൾ. ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് വല്ലാതെ ഫുള്ളായിട്ട് തോന്നുന്നു. ഹാവിങ് ഈറ്റൺ ഫുഡ് ടു മച്ച്. ഹാവിങ് ഈറ്റൺ ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് സെൻറ്റൻസ്, ബ്ലാങ്ക് വാൺ എബൌട്ട് ദ സ്റ്റോം. ദേ സ്റ്റേഡ് ഇൻഡോഴ്സ്. സ്റ്റോമിനെ പറ്റി വാണിംഗ് കിട്ടിയതുകൊണ്ട് അവർ ഉള്ളിൽ തന്നെ ഇരുന്നു. ഇവിടെ വാൺ എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്. ഹാവിങ് ബീൻ വാൺഡ് എബൌട്ട് ദ സ്റ്റോം, ദേ സ്റ്റേഡ് ഇൻഡോഴ്സ്. ലാസ്റ്റ് സെൻറ്റൻസ്, ബ്ലാങ്ക് ഇൻ ജപ്പാൻ. ബിഫോർ ഷീ ന്യൂ സം ജാപ്പാനീസ് ഫ്രേസ്. മുൻപ് ജപ്പാനിൽ ആയിരുന്നതുകൊണ്ട് അവൾക്ക് ജാപ്പാനീസ് ഫ്രേസസ് കുറേയൊക്കെ അവൾക്ക് അറിയാമായിരുന്നു. ഹാവിങ് ബീൻ ഇൻ ജപ്പാൻ ബിഫോർ ഷീ ന്യൂ സം ജാപ്പനീസ് ഫ്രേസസ്.